ത്രിയേക ദൈവത്തിന് സ്തുതി. കർത്താവിൻ്റെ പരിശുദ്ധ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട വിശ്വാസികളുടെ സമൂഹത്തിന് യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. കർത്താവായ യേശുക്രിസ്തു തൻ്റെ പരസ്യ ശുശ്രൂഷ നാളിൽ ഇസ്രായേൽ ജനത്തോടെ ഇപ്രകാരം വിളിച്ചു പറഞ്ഞു. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം 29-ാമത്തെ വാക്യം: ഞാൻ സൗമ്യതയും താഴ്മയുമുള്ളവനാകയാൽ എൻ്റെ നുകം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പീൻ, എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തും. ന്യായപ്രമാണത്തിൻ്റെ നിർജീവ പ്രവൃത്തികളിൽ ആശ്രയിച്ച് ജീവനില്ലാത്ത ആരാധനയിൽ മുഴുകി നടക്കുന്ന ഇസ്രായേൽ ജനം തങ്ങളുടെ യഥാർത്ഥ അവസ്ഥ തിരിച്ചറിയാറ്, ദൈവവുമായുള്ള ബന്ധമില്ലാതെ ചടങ്ങുകൾ ആചരിച്ച് തളർന്നുപോയ ഇസ്രായേൽ ജനത്തോട് കർത്താവായ യേശുക്രിസ്തു വളരെ സൗമ്യതയോടെ പറഞ്ഞു, ഞാൻ സൗമ്യതയും താഴ്മയുള്ളവനാകയാൽ എൻ്റെ നുകമേറ്റുകൊണ്ട് എന്നോട് പഠിപ്പീൻ, എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തും. അവർക്ക് ജഡത്തിനൊരാശ്വാസമുണ്ട്. അവർ ന്യായപ്രമാണം ആചരിക്കുന്നവരാണ്, അവർ യെരൂശലേം ദേവാലയത്തിൽ വരുന്നവരാണ്, യാഗങ്ങൾ കഴിക്കുന്നവരാണ്, പെരുന്നാളുകൾ ആചരിക്കുന്നവരാണ്. അവർക്കൊരു ജഡീകമായ സമാധാനമുണ്ട്. എന്നാൽ വാസ്തവത്തിൽ ആത്മീകമായ സമാധാനം അവർക്കില്ല. ആത്മാക്കൾക്ക് ആശ്വാസമില്ല. ആത്മാവ് തടവറയിലാണ്. പാപത്താൽ ബന്ധിക്കപ്പെട്ട് അവരുടെ ആത്മാക്കൾ ദുരാത്മാവിൻ്റെ പിടിയിലാണ്, പിശാചിൻ്റെ ബന്ധനത്തിലാണ്, പിശാചിൻ്റെ നുകത്തിന് കീഴിലാണ്. അതറിയാതെ കഴിയുന്ന ജനത്തോട് കർത്താവ് യേശുക്രിസ്തു പറഞ്ഞു, നിങ്ങൾ ഈ അവസ്ഥയിൽ കഴിയണ്ട, നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട്, നിങ്ങൾക്ക് ഞാൻ സ്വാതന്ത്ര്യം തരാം. അത് 28-ാം വാക്യം പോലെ വായിക്കുമ്പോൾ നമുക്ക് കാണാം. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ, നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ആത്മാവിൻ്റെ ആശ്വാസം എവിടെ കിട്ടും അവർക്ക് അറിഞ്ഞുകൂടാ. ദൈവാലയത്തിൽ ആശ്വാസം കിട്ടാറില്ല. ദൈവാലയത്തിൽ പ്രാർത്ഥനയുണ്ട്, യാഗമുണ്ട്, പെരുന്നാളുണ്ട്, ചടങ്ങുകളുണ്ട്, പുരോഹിതന്മാരും മഹാപുരോഹിതന്മാരുമുണ്ട്, എല്ലാമുണ്ട്. ആത്മാക്കൾക്ക് ആശ്വാസമില്ല. ആത്മാവ് തടവറയിലാണ്. ദൈവജനമേ, എന്നും വാസ്തവത്തിൽ ഈ ആത്മാവിൻ്റെ തടവറയിൽ കഴിയുന്ന ആളുകളില്ലേ? കർത്താവായ യേശുക്രിസ്തു പറഞ്ഞു, നിങ്ങൾ വിഷമിക്കണ്ട, ഞാൻ സൗമ്യതയും താഴ്മയുമുള്ളവനാണ്. നിങ്ങൾ എൻ്റെ അടുക്കിലേക്ക് വരുവീൻ, എൻ്റെ നുകമേറ്റുകൊണ്ട് എന്നോട് പഠിപ്പീൻ. കർത്താവായ യേശുക്രിസ്തു തൻ്റെ പാവപ്പെട്ട ജനത്തിൻ്റെ അരികിലേക്ക് വരുമ്പോൾ അവൻ നുകമേറ്റുകൊണ്ടാണ് വരുന്നത്. ഒരു നുകം കർത്താവിൻ്റെ തോളിലുണ്ട്, ഒരു വശത്ത് കർത്താവുണ്ട്. വീണ്ടും ഒരു വശം, ആ ഒരു വശത്ത് ആര് വരുന്നു എന്ന് നോക്കിക്കൊണ്ടാണ് കർത്താവ് വരുന്നത്. അവരെ സ്വതന്ത്രരാക്കുവാൻ, അവരെ ശാന്തരാക്കുവാൻ, അവർക്ക് ആശ്വാസം കൊടുക്കുവാൻ. അതിനാണ് കർത്താവ് എന്ന് വിളിക്കുന്നത്. അനേകർക്കും മനസ്സിലായില്ല. ദൈവത്തിന് സ്തോത്രം. നമുക്ക് യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം നോക്കാം. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 53-ാം അധ്യായം 7-ാം വാക്യത്തിൽ യേശുക്രിസ്തുവിന്റെ ജനനത്തിന് 750 വർഷങ്ങൾക്ക് മുൻപേ പ്രവാചകൻ പറഞ്ഞു, അവൻ തന്നെത്താൻ താഴ്ത്തി വായെ തുറക്കാതെ ഇരുന്നിട്ടും അവൻ പീഡിപ്പിക്കപ്പെട്ടു. കൊല്ലുവാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെയും രോമം കത്തിരിക്കുന്നവരുടെ മുൻപാകെ മിണ്ടാറിയിരിക്കുന്ന ആടിനെ പോലെയും അവൻ വായെ തുറക്കാതെയിരുന്നു. അവൻ സൗമ്യതയും താഴ്മയുമുള്ളവനായിരുന്നു. അവൻ ജനത്തിൻ്റെ മധ്യത്തിലേക്ക് അവൻ വന്നു. ദൈവത്തിൻ്റെ സ്തോത്രം. അവൻ വരുന്നതിന് മുൻപ് തന്നെ അവനെക്കുറിച്ച് യെശയ്യാ പ്രവാചകനിലൂടെ ദൈവം അരുളി ചെയ്തു, അവന് സൗമ്യതയും താഴ്മയുമുള്ളവനാണ്. ഇന്നും അവൻ വന്നിട്ടുണ്ട്. ഇന്ന് വചനം കേൾക്കുന്ന നിങ്ങളുടെ അരികിൽ അവൻ വന്ന് നിൽക്കുന്നുണ്ട്. അവൻ സൗമ്യനായി, അവൻ താഴ്മയുള്ളവനായി വന്ന് നിൽക്കുന്നുണ്ട്. അവൻ മൗനമായിരുന്നു. യഹൂദന്മാർ അവനെ പിടിച്ച് കൊല്ലുവാൻ ശ്രമിക്കുമ്പോൾ, വിസ്തരിക്കുമ്പോൾ യേശു മിണ്ടാതെ നിന്നു. കൊല്ലുവാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെയും രോമം കത്തിരിക്കുന്നവരുടെ മുൻപാകെ മിണ്ടാതെയിരിക്കുന്ന ആടിനെ പോലെയും അവൻ വായി തുറക്കാതെയിരുന്നു. ആ തലമുറയിൽ അവന് ന്യായം കിട്ടാതെ പോയി. അതൊന്നും കർത്താവിന് വിഷയമല്ല. തൻ്റെ പാവപ്പെട്ട ജനത്തെ ഉദ്ധരിക്കണം. അതിനായി കർത്താവ് അധ്വാനിക്കുകയായിരുന്നു. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 57-ാം അധ്യായം അതിൻ്റെ 15-ാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നുണ്ട്. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 57-ാം അധ്യായം 15-ാം വാക്യം: ഉന്നതനും ഉയർന്നിരിക്കുന്നവനും ശാശ്വതവാസിയും പരിശുദ്ധനെന്ന നാമമുള്ളവനുമായവൻ ഇപ്രകാരം അരുളി ചെയ്യുന്നു. അവൻ ആരാണ്? ഇസ്രായേലത്തോട് അരുളി ചെയ്യുന്നവൻ ആരാണ്? അവൻ ഉന്നതനാണ്, അവൻ ഉയർന്നിരിക്കുന്നവനാണ്,
ശാശ്വതവാസിയാണ്, പരിശുദ്ധനെന്ന നാമമുള്ളവനാണ്. അവന് തുല്യനായി മറ്റാരുമില്ല. അവനെല്ലാം തികച്ചവനാണ്. അവനാണ് അരുളി ചെയ്യുന്നത്. അവൻ ഇപ്രകാരം അരുളി ചെയ്യുന്നു. എന്താണ് അവൻ അരുളി ചെയ്യുന്നത്? ഞാൻ ഉന്നതനും പരിശുദ്ധനുമായി വസിക്കുന്നു. താഴ്മയുള്ളവരുടെ മനസ്സിനും മനസ്താപമുള്ളവരുടെ ഹൃദയത്തിനും ചൈതന്യം വരുത്തുവാൻ മനസ്താപവും മനോവിനയമുള്ളവരോട് കൂടെയും വസിക്കുന്നു. അവനെ തന്നെ പരിചയപ്പെടുത്തുന്നത് എങ്ങനെയാണ്? ഞാൻ ഉന്നതനും പരിശുദ്ധനുമായി വസിക്കുന്നു. എത്രയോ സത്യമാണ്. ഭൂമിയിലെ അവൻ്റെ വേല മുഴുവനും തികച്ചിട്ട് അവൻ ഉന്നതങ്ങളിലേക്ക്, സ്വർഗത്തിലേക്ക് കരയേറിപ്പോയി പിതാവിൻ്റെ വലത്തുഭാഗത്തിനൊഴിക്കുന്നു. അവൻ ഉന്നതനാണ്, അവൻ പരിശുദ്ധനാണ്. പാപിയെ വീണ്ടെടുക്കുന്നതിന് വേണ്ടി ഈ ഭൂമിയിലേക്ക് വന്ന കർത്താവായ യേശുക്രിസ്തു പരിശുദ്ധനാണ്. അവനിൽ കളങ്കമില്ല. പരസ്യമായി അവൻ ലോകത്തോട് വിളിച്ചു ചോദിച്ചു, നിങ്ങളിലാരെന്നെ പാപത്തെക്കുറിച്ച് ബോധം വരുത്തും? പാപം തൊടാത്തവൻ, പാപം തീണ്ടാത്തവൻ, പരിശുദ്ധനായവൻ, പിതാവായ ദൈവത്തിൻ്റെ വലത്തുഭാഗത്തിരിക്കുന്ന ഉന്നതൻ. അവൻ എന്താണ് അരുളി ചെയ്യുന്നത്? ഞാൻ ഉന്നതനും പരിശുദ്ധനുമായി വസിക്കുന്നു. ഞാൻ ഇന്നും ഉന്നതനാണ്, ഞാൻ പരിശുദ്ധനാണ്. എന്നാൽ ഞാൻ എവിടെയാണ് വസിക്കുന്നത്? ഞാൻ താഴ്മയുള്ളവരുടെ മനസ്സിനും മനസ്താവുള്ളവരുടെ ഹൃദയത്തിനും ചൈതന്യം വരുത്തുവാൻ മനസ്താപവും മനോവിനയവുമുള്ളവരോടുകൂടെയും വസിക്കുന്നു. ദൈവജനമേ, അവൻ അവനെ തന്നെ താഴ്ത്തി നമുക്ക് തരികയാണ്. നമ്മുടെ അരികിലേക്ക് വന്നിരിക്കുകയാണ്. ആത്മാവാകുന്ന കർത്താവിനെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കണമെന്ന് നമുക്കറിയാം. അവൻ നമ്മുടെ അരികിലേക്ക് വന്നിരിക്കുകയാണ്. അവനെ തന്നെ താഴ്ത്തിക്കൊണ്ട് വന്നിരിക്കുകയാണ്. എന്തിനാണ്? എന്നെ നിങ്ങളെ ഉയർത്തുവാൻ, ഈ പാപാവസ്ഥയിൽ നിന്ന്, ഈ അടിമാവസ്ഥയിൽ നിന്ന്, ഈ സാത്താൻ്റെ അടിമത്തത്തിൽ നിന്ന് നമ്മെ വീണ്ടെടുക്കുവാൻ കർത്താവായ യേശു വന്നിരിക്കുകയാണ്. അവൻ പറയുകയാണ്, ഞാൻ നിങ്ങളുടെ ഹൃദയത്തിൽ വസിക്കാം. അതിനെന്താണ് വേണ്ടത്? താഴ്മയുള്ളവരുടെ മനസ്സിനും മനസ്താവുള്ളവരുടെ ഹൃദയത്തിനും ചൈതന്യം വരുത്തുവാൻ. ദൈവവിധിലെ ഈ സമാധാനം നിനക്ക് അനുഭവിക്കേണ്ടത്, ഈ ശാന്ത നിനക്ക് അനുഭവിക്കേണ്ടത്. സ്വർഗീയ സമാധാനം, ലോകം തരാത്ത സമാധാനം, ലോകത്തിന് എടുത്തു കളയാൻ കഴിയാത്ത സമാധാനം, അലൗകികമായ സമാധാനം, അമൗമികമായ സമാധാനം. ആ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരാമെന്നാണ് കർത്താവ് പറയുന്നത്. ഞാൻ നിൻ്റെ ഹൃദയത്തിന് ചൈതന്യം വരുത്താൻ മനസ്താപവും മനോവിനയവുമുള്ളവരോട് വസിക്കുന്നു. വേറെ ഒന്നും വേണ്ട. പദവി വേണ്ട, ഡിഗ്രി വേണ്ട, കുടുംബ മഹിമ വേണ്ട, സ്ഥാനമാനങ്ങൾ വേണ്ട, സൗന്ദര്യം വേണ്ട, ഈ ലോകത്തിലൊരു സ്ഥാനവും വേണ്ട, ഒന്നും വേണ്ട. ദൈവത്തിന് സ്തോത്രം. മനസ്താപവും മനോവിനയവുമുള്ളവരോടുകൂടെ നമുക്ക് നമ്മെ തന്നെ താഴ്ത്താം. ദൈവജനമേ, നമ്മുടെ അരികിലൊക്കെ നിൽക്കുന്ന ക്രിസ്തുവിനെ നാം നോക്കിക്കഴിഞ്ഞാൽ, ആ യേശു ക്രിസ്തുവിനെ നാം വാസ്തവമായി കണ്ടു കഴിഞ്ഞാൽ നാം താഴും. നമുക്ക് താഴാനേ വകയുള്ളൂ. അവൻ്റെ മുൻപിൽ നമുക്ക് നിൽക്കാൻ നമുക്ക് എന്ത് യോഗ്യത? നാം ആരാണ്? നഗ്നരായി ഈ ഭൂമിയിലേക്ക് വന്നവർ, നഗ്നരായി മടങ്ങിപ്പോകേണ്ടവർ. നമുക്ക് അവൻ തന്നതല്ലാതെ ഒന്നുമില്ല. നമുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവൻ തന്നതേ ഉള്ളൂ. നമുക്ക് അഭിമാനിക്കാൻ ഒന്നുമില്ല, അഹങ്കരിക്കാൻ ഒന്നുമില്ല, തല ഉയർത്താൻ നമുക്ക് യാതൊന്നുമില്ല. നമുക്ക് നമ്മെ തന്നെ താഴ്ത്തിയാൽ, കർത്താവ് പറയുന്നു, മനസ്താപവും മനോവിനയവുമുള്ളവരോടുകൂടെ ഞാൻ വസിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. സഖരിയാ പ്രവാചകൻ യേശു ക്രിസ്തുവിൻ്റെ ജനനത്തിന് 500 വർഷങ്ങൾക്ക് മുൻപ് സഖരിയാ പ്രവാചകനിലൂടെ സ്നേഹവാനായ ദൈവം ജനത്തോട് ഇപ്രകാരം പറഞ്ഞു. സഖരിയാ പ്രവാചകൻ്റെ പുസ്തകം 9-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ വാക്യം. സിയോൻ പുത്രിയെ ഉച്ചത്തിൽ ഘോഷിച്ചാനന്ദിക്കുക, യെരൂശലേം പുത്രിയെ ആർപ്പിടുക, ഇതാ നിൻ്റെ രാജാവ് നിൻ്റെ അടുക്കൽ വരുന്നു. സ്തോത്രം. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പരസ്യ ശുശ്രൂഷ നാടിൽ യെരൂശലേം ദേവാലയത്തിലേക്ക് വന്നതായ കാഴ്ച കണ്ടുകൊണ്ട് സഖരിയാ പ്രവാചകൻ പറയുകയാണ്, സിയോൻ പുത്രിയെ ഉച്ചത്തിൽ ഘോഷിച്ചാനന്ദിക്കുക, യെരൂശലേം പുത്രിയെ ആർപ്പിടുക. നിനക്ക് സന്തോഷത്തിന് നാളെ വന്നിരിക്കുന്നു. നിന്നെ സന്ദർശിപ്പാൻ രക്ഷകൻ വന്നിരിക്കുന്നു. നിൻ്റെ ഉടയവൻ നിന്നെ സന്ദർശിപ്പാൻ വന്നിരിക്കുന്നു. അവൻ നിനക്ക് മതിയായവനാണ്. നിനക്ക് സന്തോഷിച്ചാനന്ദിക്കാം. നിനക്ക് നന്ദിയുടെ സ്തുതി കരേറ്റാം. നിനക്ക് ആർത്തപാട് ദൈവത്തെ സ്തുതിക്കാം. നിൻ്റെ രാജാവ് നിൻ്റെ അടുക്കൽ വരുന്നു. പ്രിയപ്പെട്ടവരെ, ഈ രാജാവ് ആരാണ്? അവൻ എൻ്റെ വീണ്ടെടുപ്പുകാരനാണ്. അവൻ എൻ്റെ രക്ഷകനാണ്. സ്വർഗത്തിലെ പിതാവായ ദൈവത്തിൻ്റെ ഏകജാതനായ പുത്രനാണ്. പിതാവായ ദൈവം എൻ്റെയും നിങ്ങളുടെയും പാപം അവൻ്റെ മേൽ ചുമത്തുവാൻ മനസ്സറിഞ്ഞവനെ ഈ ഭൂമിയിലേക്ക് അയച്ചു. അവൻ നമുക്ക് വേണ്ടി പാവം ആക്കപ്പെട്ടു. അവനാണ് വന്നിരിക്കുന്നത്. അവൻ നീതിമാനും ജയശാലിയും താഴ്മയുള്ളവനുമായി കഴുതപ്പുറത്തും പെൺകഴുതയുടെ കുട്ടിയായ ചെറു കഴുതപ്പുറത്തും കയറി വരുന്നു. ദൈവത്തിന് സ്തോത്രം. ഈ രാജാവ്, യഹൂദന്മാരുടെ രാജാവ്,
നിത്യനായ ദൈവത്തിൻ്റെ ഏകജാതനായ പുത്രൻ എന്ന രാജാതി രാജാവ് അവൻ ദൈവാലയത്തിലേക്ക് വരുന്നത് കഴുതപ്പുറത്താണ്. പെൺകഴുതയുടെ കുട്ടിയായ ചെറു കഴുതപ്പുറത്താണ് അവൻ വരുന്നത്. അവൻ എത്രയോ സൗമ്യനാണ്, എത്രയോ ശാന്തനാണ്. അവൻ നമുക്ക് മതിയായവനല്ലേ പ്രിയപ്പെട്ടവർ? ദൈവത്തിന് സ്തോത്രം. അവൻ യെരൂശലേം ദേവാലയത്തിലേക്ക് വന്നു. അത് നമുക്ക് ഓരോരുത്തർക്കും അറിയാം. നാം വേദോസിൽ വായിക്കുന്നുണ്ട്. നമുക്ക് വീണ്ടും വായിക്കാം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 21-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യത്തിൽ ഇതേ വാക്യം തന്നെ അവിടെ വായിക്കുന്നുണ്ട്. നമുക്ക് വായിച്ചു കേൾക്കാം. 21:4. സിയോൻ പുത്രിയോട്, ഇതാ നിന്റെ രാജാവ് സൗമ്യനായി കഴുതപ്പുറത്തും വാഹനമൃഗത്തിൻ്റെ കുട്ടിയുടെ പുറത്തും കയറി നിന്റെ അടുക്കൽ വരുന്നു എന്ന് പറയുവീൻ. സ്തോത്രം, ദൈവത്തിൻ്റെ സ്തോത്രം. പ്രിയപ്പെട്ടവർ, അത് മത്തായിയുടെ സുവിശേഷത്തിൽ പറയുന്നത് ഈ സഖരിയാ പ്രവാചകന്റെ പുസ്തകത്തിലെ പ്രവചനമാണ്. അതെടുത്ത് ഉദ്ധരിക്കുകയാണ്. സിയോൻ പുത്രിയോടിതാ നിന്റെ രാജാവ് സൗമ്യനായി കഴുതപ്പുറത്തും വാഹനമൃഗത്തിൻ്റെ കുട്ടിയുടെ പുറത്തും കയറി നിന്റെ അടുക്കൽ വരുന്നു. ദൈവത്തിൻ്റെ സ്തോത്രം. ഇന്ന് നമ്മെ തേടിയവൻ വന്നിട്ടുണ്ട്. നമ്മുടെ ഓരോരുത്തരുടെയും അരികിൽ അവൻ വന്ന് നിൽക്കുന്നുണ്ട്. നമ്മെ വഹിക്കുവാനാണ് അവൻ വന്നിരിക്കുന്നത്. അവൻ ചുമന്നിരിക്കുന്നതായ ആ നുകത്തിൻ്റെ ഒരു വശത്ത് നമ്മെ അമിക്കുവാനാണ് അവൻ വന്നിരിക്കുന്നത്. അവനെല്ലാം നിർവഹിച്ചുകൊള്ളും. അവൻ നമ്മെ കൊണ്ടുപോയിക്കൊള്ളും. അവൻ നമുക്ക് വേണ്ടി എല്ലാം ചെയ്തുകൊള്ളും. ദൈവമക്കളെ, നിങ്ങൾക്ക് ആർക്കെല്ലാം തോന്നുന്നുണ്ട് അവൻ്റെ സന്നിധിയിൽ താഴുവാൻ? അവർക്ക് ആർക്കെല്ലാം തോന്നുന്നുണ്ട്? ഇതാ എബ്രായ ലേഖന കർത്താവ് ഇപ്രകാരം പറയും. എബ്രായ ലേഖനം 2-ാം അധ്യായം 15-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, യേശു ജീവപര്യന്തം മരണഭീതിയാൽ അടിമകളായിരുന്നവരെയൊക്കെയും വിടുവിച്ചു. അവൻ സൗമ്യനായി, അവൻ ശാന്തനായി. അവനെന്തിനാണ് ഈ ഭൂമിയിലേക്ക് വന്നത്? ജീവപര്യന്തം മരണഭീതിയാൽ അടിമകളായിരുന്നവരെയൊക്കെയും വിടുവിക്കുവാനാണ് അവൻ വന്നത്. ഇതെൻ്റെയും നിങ്ങളുടെയും അനുഭവമായി മാറേണ്ടതാണ്. ഇത് ഞാനും നിങ്ങളും അനുഭവിക്കേണ്ടതാണ്. നമുക്ക് വേണ്ടി അല്ലെങ്കിൽ പിന്നെ ആർക്ക് വേണ്ടിയാണ് അവൻ വന്നത്? പ്രിയപ്പെട്ടവർ, ഇന്നും അടിമതുഖത്തിലാണോ? ഇന്ന് അനേകരി അടിമതുഖത്തിലാണ്. അറിഞ്ഞോ അറിയാതെയോ ജീവിതത്തിൽ പാപം വന്ന് സാത്താൻ്റെ അടിമത്വത്തിൽ അവൻ്റെ അടിമതുഖത്തിലായി പോയവർ, ആ അടിമതുഖത്തിലായി പോയവർക്ക് സ്വയം രക്ഷപ്പെടാൻ സാധ്യമല്ല. അവരെ മറ്റൊരാൾ വിടുവിച്ചേ മതിയാകുകയുള്ളൂ. സാത്താൻ അവൻ്റെ ആ ചങ്ങലയിൽ അവനെ കുടുക്കിയിരിക്കുകയാണ്. അവൻ്റെ നുകത്തിൻ കീഴിൽ അവനെ അമിച്ചിരിക്കുകയാണ്. എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ ഈ കാളയൊക്കെ കാളവണ്ടിയോട് ചേർത്ത് അമിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. കാളക്കാരൻ അതിനെ അമിച്ചു കഴിഞ്ഞാൽ അതിന് സ്വന്തമായി മാറാൻ ഒക്കുകയില്ല. ആ കാളക്കാരൻ തന്നെ അതിൻ്റെ കയറുകുരി വിട്ട് അതിനെ സ്വതന്ത്രനാക്കിയെങ്കിലേ സ്വതന്ത്രനാകാൻ പറ്റൂ. സാത്താൻ അവൻ്റെ അടിമനുഖത്തിൽ നമ്മെ കുടുക്കിക്കഴിഞ്ഞാൽ ഒരിക്കലും അവൻ വിടുകയില്ല. മരണപര്യന്തം അടിമകളായിരുന്ന സകല മാനവരെയും വിടുവിക്കുവാൻ ചരിത്രപുരുഷനായ കർത്താവായ യേശുക്രിസ്തു 2000 വർഷങ്ങൾക്ക് മുൻപ് നമുക്ക് വേണ്ടി വന്നു. അവൻ നമ്മെ ഓരോരുത്തരെയും വിടുവിച്ചു എന്ന് എബ്രായ ലേഖന കർത്താവ് പറയുന്നു. റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യത്തിൽ ഇപ്രകാരമാണ് വായിക്കുന്നത്, ജീവൻ്റെ ആത്മാവിൻ്റെ പ്രമാണം എനിക്ക് പാപത്തിൻ്റെയും മരണത്തിൻ്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തുയേശുവിൽ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. ജീവൻ്റെ ആത്മാവിൻ്റെ പ്രമാണം. ദൈവജനമേ, ഇസ്രായേൽ ജനത്തിന് ന്യായപ്രമാണമേ അറിയാവൂ. ന്യായപ്രമാണത്തിൽ ഒന്നിൽ തെറ്റിയാൽ അവൻ സകലത്തിലും തെറ്റുന്നു എന്ന് അതിനകത്ത് എഴുതി വച്ചിട്ടുണ്ട്. ന്യായപ്രമാണം ആചരിക്കുന്ന ഇസ്രായേൽ ജനം സ്വാതന്ത്ര്യം അനുഭവിക്കാതെ വലഞ്ഞുപോയിരുന്നു. അവരടിമത്വത്തിലായിരുന്നു. എല്ലാ തരത്തിലും അവരടിമത്വത്തിലായിരുന്നു. എന്നാൽ ജീവൻ്റെ ആത്മാവിൻ്റെ പ്രമാണം അതേതാണ്? കർത്താവായ യേശു ക്രിസ്തു ക്രൂശിൽ മരിച്ചു എന്നുള്ള ആ സദ്വർത്തമാനം, ജീവൻ്റെ ആത്മാവിൻ്റെ പ്രമാണം. ഉയർത്തെഴുന്നേറ്റ കർത്താവിൻ്റെ ആത്മാവിനെ പ്രാപിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കുള്ളതായ അവകാശം. ആ ജീവൻ്റെ ആത്മാവിൻ്റെ പ്രമാണം എനിക്ക് പാപത്തിൻ്റെയും മരണത്തിൻ്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തുയേശുവിൽ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. അപ്പോസ്തലനായ പൗലോസ് തൻ്റെ അനുഭവത്തോട് ചേർത്താണത് പറയുന്നത്. ഒരു കാലത്ത് താൻ ക്രിസ്തുവിനെ കൂടാതെ ജീവിച്ചിരുന്നു. ഒരു കാലത്ത് താൻ ക്രിസ്ത്യാനികളെ പീഡിപ്പിച്ചുകൊണ്ട് നടന്നിരുന്നു. ഒരു കാലത്ത് അവരെ പിടിച്ചു കെട്ടി തടവിലാക്കിയിരുന്നു. അവരെ കൊല്ലാൻ മടിയില്ലായിരുന്നു. ഒരു ഭീകരനായി, ഒരു മതഭ്രാന്തനായി, സുബോധമില്ലാത്തവനെ പോലെ നടന്നൊരു കാലം ഈ ശൗരൻ്റെ ജീവിതത്തിലുണ്ട്. എന്നാൽ അപ്പോസ്തലൻ എന്താണ് പറയുന്നത്? ജീവൻ്റെ ആത്മാവിൻ്റെ പ്രമാണം എനിക്ക് വേണ്ടി മരിച്ചുയർത്തെഴുന്നേറ്റ് ജീവിക്കുന്ന ആ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ആത്മാവിൻ്റെ ഉള്ളത്തിലേക്ക് വന്നപ്പോൾ ആത്മാവിൻ്റെ പ്രമാണം അത് എനിക്ക് പാപത്തിൻ്റെയും മരണത്തിൻ്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തുയേശുവിൽ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. ആ സ്വാതന്ത്ര്യം ഇന്ന് നമുക്കും അനുഭവിക്കാം. നിങ്ങൾക്ക് വിശ്വസിക്കാൻ മനസ്സുണ്ടോ? കർത്താവായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി നേടിത്തന്നതായ ആ സൗജന്യമായ രക്ഷയുടെ സന്തോഷം
നമുക്ക് ഇന്ന് അനുഭവിക്കാം. നിങ്ങൾക്ക് വിശ്വസിക്കാൻ മനസ്സുണ്ടോ? നിങ്ങൾ അധികം ഒന്നും ചെയ്യണ്ട, ഒറ്റ കാര്യം ചെയ്താൽ മതി. യേശു എനിക്ക് വേണ്ടി എന്ത് ചെയ്തു? എൻ്റെ പാപത്തിന് വേണ്ടി എനിക്ക് പകരമായി യേശു ക്രൂശിൽ മരിച്ചു, എന്നെ മരണത്തിൽ നിന്ന് വിടുവിച്ചു. എൻ്റെ പാപത്തിൻ്റെ ശിക്ഷ കർത്താവായ യേശു ക്രിസ്തു ഏറ്റെടുത്തു. എൻ്റെ ശിക്ഷ കർത്താവ് ഒഴിവാക്കി തന്നു. ഇത് വിശ്വസിക്കാൻ നിങ്ങൾക്ക് മനസ്സുണ്ടോ? ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവർ, എത്ര ലഘുവാണ്, എത്രയോ മൃദുവാണ്. ആ യേശുവിനെ വഹിച്ചുകൊണ്ട് പോകുന്നതായ ആ ജീവിതം എത്രയോ മനോഹരമാണ്. യേശുവിനോട് ജീവിക്കുക എന്ന് പറയുന്നത് സമാധാനത്താൽ നിറഞ്ഞതാണ്. അനുഭവിക്കുന്നവർക്കറിയാം, അത് ഭാരമല്ല, അതൊരിക്കലും പ്രയാസമുള്ള കാര്യമല്ല. സമാധാനത്താൽ നിറഞ്ഞ ജീവിതമാണ്. നന്ദിയുടെ സ്തുതി വരുന്നതാണ്. സ്നേഹം മാത്രം എപ്പോഴും ഹൃദയത്തിൽ നിന്ന് വ്യാപരിക്കും. എല്ലാവരോടും സ്നേഹം, ശത്രുക്കളോടും സ്നേഹം, ഉപദ്രവിക്കുന്നവരോടും സ്നേഹം, എല്ലാവരോടും സ്നേഹം മാത്രമേ ഉള്ളൂ. ഇത് നമുക്ക് അനുഭവിക്കേണ്ടേ പ്രിയപ്പെട്ടവരെ. ദൈവത്തിന് സ്തോത്രം. ജീവൻ്റെ ആത്മാവിൻ്റെ പ്രമാണം. ദൈവത്തിന് സ്തോത്രം. ഞാൻ എന്ത് ചെയ്യണം? കർത്താവേ, എൻ്റെ പാപങ്ങൾക്ക് വേണ്ടി നീ ക്രൂശിൽ മരിച്ചതിനാൽ ഞാൻ ഒരു കാര്യം തീരുമാനിക്കുന്നു. ഇന്ന് മുതൽ ഞാൻ നിനക്കായി ജീവിക്കും. അതിന് ഞാൻ പാപത്തോട് എന്നേക്കുമായി യാത്ര പറയുന്നു. പാപ ജീവിതത്തോട് ഞാൻ യാത്ര പറയുന്നു. പാപത്തിന് ഞാൻ എന്നെ തന്നെ വിട്ടുതരുന്നു. ഞാൻ പാപത്തിനെ ക്രൂശിക്കപ്പെടുന്നു. അതാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്. ഗലാത്യർ 2:20 വാക്യം. ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്രയും ജീവിക്കുന്നു. അപ്പോസ്തലൻ ശരീരത്തിൽ ജീവിക്കുകയാണ്. എന്നാൽ അപ്പോസ്തലൻ എന്താണ് പ്രാഗൽഭ്യത്തോടെ പറയുന്നത്? ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ക്രിസ്തു എനിക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടു എന്ന ആ നഗ്നമായ യാഥാർത്ഥ്യം അപ്പോസ്തലൻ ഉൾക്കൊള്ളുകയാണ്. താനത് ഹൃദയത്തിലേക്ക് അംഗീകരിക്കുകയാണ്. ക്രിസ്തുവിനോടുകൂടെ ഞാനും ക്രൂശിക്കപ്പെട്ടിരിക്കുകയാണ്. ഇനി ജീവിക്കുന്നത് ഞാനല്ല, എൻ്റെ അഭിപ്രായങ്ങളല്ല, എൻ്റെ വ്യക്തിത്വമല്ല, എൻ്റെ യാതൊന്നുമല്ല, ക്രിസ്തു എന്നിൽ ജീവിക്കുന്നു. ഇപ്പോൾ ഞാൻ ശരീരത്തിൽ ജീവിക്കുന്നതോ എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരമല്ല, എൻ്റെ താല്പര്യപ്രകാരമല്ല, എൻ്റെ എന്തെങ്കിലും ജഡിക ഇച്ഛകൾക്ക് വേണ്ടിയല്ല. ക്രിസ്തു എന്നിൽ ജീവിക്കുന്നു, അതുകൊണ്ട് ഞാനും ജീവിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. എത്ര ശ്രേഷ്ഠകരമായ അനുഭവം പ്രിയപ്പെട്ടവരെ. ഈ അനുഭവത്തിന് വേണ്ടി കർത്താവായ യേശു നമ്മെ ഓരോരുത്തരെയും വിളിക്കുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 8:32 വാക്യത്തിൽ കർത്താവായ യേശു പരസ്യമായി പറഞ്ഞു. യോഹന്നാൻ 8:32, സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. ആരാണ് ഈ സത്യം? ഏതാണ് ഈ സത്യം? കർത്താവായ യേശു പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. സത്യം ഒന്നേ ഉള്ളൂ, സത്യം ഒരാളേ ഉള്ളൂ, അത് കർത്താവായ യേശു ക്രിസ്തുവാണ്. ആ സത്യം നിങ്ങൾ അറിഞ്ഞാൽ ആ സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും. ഈ പാപത്തിൽ നിങ്ങളെ ആ സത്യം വിടുവിക്കും. കർത്താവായ യേശു ക്രിസ്തു നിങ്ങളെ വിടുവിക്കും. പ്രിയപ്പെട്ടവരെ, അവനോട് ചേരുവാൻ നിങ്ങൾക്ക് മനസ്സുണ്ടോ? ദൈവത്തിന് സ്തോത്രം. അതിന് ഞാൻ എന്താണ് ചെയ്യേണ്ടത്? യോഹന്നാന്റെ സുവിശേഷം 1:12 വാക്യത്തിൽ പറയും, അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. വേറൊന്നും ചെയ്യണ്ട, അവനെ കൈക്കൊള്ളുക എന്ന് പറഞ്ഞാൽ എന്താണ്? പാപത്തോട് യാത്ര പറഞ്ഞുകൊണ്ട് അതിപരിശുദ്ധനായ ക്രിസ്തുവിനെ എൻ്റെ ഹൃദയത്തിലേക്ക് ഞാൻ സ്വീകരിച്ചുകൊണ്ട് അവനെ പ്രസാരിപ്പിച്ചുകൊണ്ട് അവനെ സന്തോഷിപ്പിച്ചുകൊണ്ട് അവന് പാറസേവ ചെയ്തുകൊണ്ട് ഇനിയുള്ള ആയുസ് ഞാൻ ജീവിക്കുമെന്ന് തീരുമാനിക്കുക. അത് നിനക്ക് മനസ്സുണ്ടോ? ഇതുവരെയുള്ള സകല പാപങ്ങളെയും കർത്താവ് ക്ഷമിച്ചു തരും. നിർമ്മലമായ സത്യമാണ് ഈ പറയുന്നത്. പാപത്തോടെ യാത്ര പറയാൻ നിനക്ക് മനസ്സുണ്ടോ? ക്രിസ്തുവിനായി ഹൃദയം വിട്ടുകൊടുക്കാൻ നിനക്ക് മനസ്സുണ്ടോ? സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യുവാൻ നിങ്ങൾക്ക് നിങ്ങളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാൻ മനസ്സുണ്ടോ? കർത്താവ് വീണ്ടും പറഞ്ഞു 36 വാക്യത്തിൽ, പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരാകും. പ്രിയപ്പെട്ടവരെ, വേറൊരു സ്വാതന്ത്ര്യമല്ല, ഈ ലോകത്തിൻ്റെതായ ഒന്നും സ്വാതന്ത്ര്യമല്ല. എന്നാൽ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ഏകജാതനായ ക്രിസ്തു തരുന്നതായ സ്വാതന്ത്ര്യം, അതാണ് സാക്ഷാൽ സ്വാതന്ത്ര്യം. അത് അടിമ നുകത്തിൽ നിന്ന് അവൻ വിടുവിക്കുകയാണ്. അവനതിന് മനസ്സാണ്. അവൻ ഇന്നും വന്നിട്ടുണ്ട്. അവൻ നമ്മുടെ നേരെ കരം നീട്ടുന്നുണ്ട്. വിട്ടുകൊടുക്കാൻ നിങ്ങൾക്ക് മനസ്സുണ്ടോ? ദൈവത്തിന് സ്തോത്രം. നഹൂം പ്രവാചകൻ പറയും. നഹൂം പ്രവാചകൻ്റെ പുസ്തകം 1:13 വാക്യത്തിൽ പറയും, ഇപ്പോഴോ ഞാൻ അവൻ്റെ നുകം നിൻ്റെ മേൽ നിന്ന് ഒടിച്ച് കളയും, നിൻ്റെ ബന്ധനങ്ങളെ അറുത്തളയുകയും ചെയ്യും. ദൈവത്തിന് സ്തോത്രം. നഹൂം പ്രവാചകൻ നിനവയെക്കുറിച്ച് പറയുന്നതായ പ്രവചനമാണ്. നിനവെ പുറജാതി രാജ്യമായ അസിറിയയുടെ തലസ്ഥാനമാണ്. ആ നിനവയുടെ മാനസാന്തരത്തിന് ദൈവം ഉപയോഗിച്ച പ്രവാചകൻ യോന പ്രവാചകനാണ്. എന്നാൽ അതിന് ശേഷം നഹൂം പ്രവാചകനിലൂടെ ദൈവം ആ നിനവയോട് അരുളി ചെയ്യുകയാണ്, ഞാൻ അവൻ്റെ നുകം നിൻ്റെ മേൽ നിന്ന് ഒടിച്ചു കളയും. സാത്താൻ്റെ നുകം ഞാൻ നിൻ്റെ മേൽ നിന്ന് ഒടിച്ചു കളയും. ശത്രു നിന്റെ മേൽ ഞാൻ ഒടിച്ചു കളയും. അതിന് അധികാരമുള്ളവനാണ് ഞാൻ. സാത്താൻ്റെ നുകം നിൻ്റെ മേൽ നിന്ന് ഒടിച്ചു കളയും.
നിന്റെ ബന്ധനങ്ങളെ അറുത്ത് കളയുകയും ചെയ്യും. നിന്റെ സകല ബന്ധനങ്ങളെയും മറക്കുവാൻ ഞാൻ മതിയായവനാണ്. അതേ ക്രിസ്തു ഇന്ന് നമ്മുടെ അരികിൽ നിന്നുകൊണ്ട് നമ്മളോട് ചോദിക്കുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഗലാത്യ ലേഖനം 5-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയും, സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി, ആകയാൽ അതിൽ ഉറച്ചു നിൽപ്പീൻ, അടിമനുഖത്തിൽ പിന്നെയും കുടുങ്ങിപ്പോകരുത്. സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി. ക്രിസ്തു നമ്മെ പാപത്തിൻ്റെ അടിമത്വത്തിൽ നമ്മളെ വിടുവിച്ചു. ദൈവത്തിന് സ്തോത്രം. അവന് ചങ്ങലയിൽ നിന്ന് ചങ്ങല പൊട്ടിച്ച് നമ്മെ സ്വതന്ത്രരാക്കി. ഇത് വിശ്വസിക്കുന്ന ഓരോരുത്തരും അനുഭവിക്കുന്ന സത്യമാണ്. ഈ പാവപ്പെട്ട കർത്തൃദാസന് അനുഭവിക്കുന്ന സത്യമാണ്. ദൈവത്തിന് സ്തോത്രം. പാപത്തിൽ കുടുങ്ങിക്കിടന്നായ കാലമുണ്ടായിരുന്നു. നിരാശയോടെ തലകുമ്പിട്ടിരുന്ന കാലമുണ്ടായിരുന്നു. സാത്താൻ്റെ അടിമത്തത്തിലായി പോരുന്ന കാലമുണ്ടായിരുന്നു. രക്ഷപ്പെടാൻ കഴിയാതെ വരഞ്ഞു പോയൊരു കാലമുണ്ടായിരുന്നു. പലതും ചെയ്തു നോക്കി. പക്ഷേ പ്രിയപ്പെട്ടവർ, മനുഷ്യൻ്റെ ഒരു പ്രവൃത്തി കൊണ്ടും അവനെ സ്വതന്ത്രനാകാൻ കഴിയുകയില്ല. പാവപ്പെട്ട ഞാനത് മനസ്സിലാക്കി. കർത്താവായ യേശു ക്രിസ്തു എന്നെ സ്വതന്ത്രനാക്കി. സ്വാതന്ത്ര്യത്തിനായി ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി, ആകയാൽ അതിൽ ഉറച്ചു നിൽപ്പീൻ. കർത്താവായ യേശു ക്രിസ്തു എന്ന പാറമേൽ ഉറച്ചു നിൽപ്പീൻ. പാപത്തോട് യാത്ര പറഞ്ഞുകൊണ്ട് നിൽപ്പീൻ. ഇനി പാപത്തിന് ഞാൻ തന്നെ വിട്ടുകൊടുക്കുകയില്ല എന്ന് ഉറച്ച നിർണയത്തോടെ നിങ്ങൾ നിൽക്കുകയും അടിമനുഖത്തിൽ പിന്നെയും കുടുങ്ങിപ്പോകരുത്. എന്നാൽ ഭീകരനായ സാത്താൻ അവൻ്റെ അടിമനുഖവുമായവരുടെ പിന്നാലെ നടക്കുന്നുണ്ട്. അവൻ വഞ്ചിക്കുന്നവനാണ്. അവൻ എങ്ങനെയും നമ്മെ പാപത്തിൽ കൊടുക്കാൻ നോക്കുന്നവനാണ്. അവൻ കുടുക്കിയാൽ അവൻ്റെ അടിമനുഖത്തിൽ നാം അടിമകളായി പോവും. ദൈവത്തിന് സ്തോത്രം. അതിനിട കൊടുക്കരുത് എന്നാണ് അപ്പോസ്തലൻ ഓർപ്പിക്കുന്നത്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 21-ാം അധ്യായം 2-3 വാക്യങ്ങളിൽ നമുക്ക് കാണാം. കർത്താവായ യേശു ക്രിസ്തു തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരെ 2 പേരെ പറഞ്ഞയച്ചു. നിങ്ങൾ പട്ടണത്തിലേക്ക് ചെല്ലുമ്പോൾ അവിടെ കെട്ടിയിട്ടിരിക്കുന്ന 2-3 വാക്യങ്ങൾ. നിങ്ങൾക്കെതിരെയുള്ള ഗ്രാമത്തിൽ ചെല്ലുവീൻ. അവിടെ കെട്ടിയിരിക്കുന്ന ഒരു പെൺകഴുതിയെയും അതിൻ്റെ കുട്ടിയെയും നിങ്ങൾ ഉടനെ കാണും. അവയെ അഴിച്ചുകൊണ്ട് വരുവീൻ. നിങ്ങളോട് ആരാനും വല്ലതും പറഞ്ഞാൽ കർത്താവിന് ഇവയെ കൊണ്ട് ആവശ്യമുണ്ട് എന്ന് പറയുവീൻ. നിങ്ങൾ കെട്ടിയിട്ടിരിക്കുന്ന ഒരു കഴുതയെയും അതിൻ്റെ കുട്ടിയെയും കാണും. നിങ്ങളതിനെ അഴിച്ചു കൊണ്ടുപോരുവീൻ. ഇതെന്തിനാണ് അഴിക്കുന്നതെന്ന് ആരെങ്കിലും നിങ്ങളോട് ചോദിച്ചാൽ, എൻ്റെ കർത്താവിന് ഇതിനെ കൊണ്ട് ആവശ്യമുണ്ട് എന്ന് പറയുവീൻ. പ്രിയപ്പെട്ടവർ, ആ കഴുത അത് കെട്ടപ്പെട്ട കഴുതയാണ്. എന്താണ് കെട്ടിയിട്ടിരിക്കുന്നത്? പുറപ്പാട് പുസ്തകം 30-ാം അധ്യായം 20-ാം വാക്യം വായിക്കുമ്പോൾ നമുക്ക് കാണാം, ഈ കഴുതയെ ആടിനെ കൊണ്ട് വേണം വീണ്ടെടുക്കണം. ആടിനെ കൊണ്ട് വീണ്ടെടുക്കുന്നില്ലെങ്കിൽ കഴുതയുടെ കഴുത്തൊടിച്ച് കൊല്ലണം. ഈ കെട്ടപ്പെട്ട കഴുത, ആ കഴുതയുടെ കുട്ടി, അതിനെയും വീണ്ടെടുക്കാൻ ആരുമില്ല. അത് വീണ്ടെടുക്കപ്പെട്ടതല്ല. അതിൻ്റെ കഴുത്തൊടിച്ചു കൊല്ലുവാൻ വേണ്ടി കെട്ടിയിട്ടിരിക്കുകയാണ്. എന്നാൽ കർത്താവായ യേശു ക്രിസ്തു തനിക്ക് വാഹനമൃഗമായി അതിനെ തിരഞ്ഞെടുത്തു. ദൈവത്തിന് സ്തോത്രം. ഇന്ന് ബന്ധനത്തിലായി ആരെല്ലാം കഴിയുന്നുണ്ട്? പാപത്തിൻ്റെ ഊരാ കുടുക്കൽപ്പെട്ട ആരെല്ലാം ഇന്ന് ബന്ധനത്തിൽ കഴിയുന്നുണ്ട്? തല നിവർത്താൻ കഴിയാറ് പാപത്തിൻ്റെ ഊരാ കുടുക്കൽപ്പെട്ട വലയെന്ന് ആരെങ്കിലും ഉണ്ടോ? നിങ്ങളുടെ അടുക്കിലേക്ക് കർത്താവ് വരുന്നുണ്ട്. ദൈവത്തിൻ്റെ വചനവുമായി വരുന്നുണ്ട്. ജീവിപ്പിക്കുന്ന വചനവുമായി വരുന്നുണ്ട്. ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ പോയി അതിൻ്റെ കെട്ടഴിച്ചതിനെ കൂട്ടിക്കൊണ്ടുവരുവീൻ. ആര് ചോദിച്ചാലും നിങ്ങൾ പറഞ്ഞു, ഇവയെ കൊണ്ട് എനിക്ക് ആവശ്യമുണ്ട്, ഞങ്ങളുടെ കർത്താവിന് ഇവയെ കൊണ്ട് ആവശ്യമുണ്ട്. ഇന്ന് ഈ മനോഹരമായ ദിവസം ഞാൻ നിങ്ങളോട് പറയട്ടെ, ബന്ധനത്തിൽ കഴിയുന്ന ഓരോരുത്തരെയും വിടുവിച്ചെടുക്കുവാൻ കർത്താവിന് ആഗ്രഹമുണ്ട്. കർത്താവിന് നിൻ്റെ മേൽ വാഹനമൃഗമാകുവാൻ കർത്താവിന് ആഗ്രഹമുണ്ട്. നിൻ്റെ മേൽ വാഹനം കയറിക്കൊണ്ട് അനേകരുടെ ഇടയ്ക്കിലേക്ക് നിന്നെ അയക്കുവാൻ കർത്താവിന് ആഗ്രഹമുണ്ട്. അനേകരെ വീണ്ടെടുക്കുവാൻ നിന്നെ ഉപയോഗിക്കുവാൻ കർത്താവിന് ആഗ്രഹമുണ്ട്. നിങ്ങൾക്കാർക്കെല്ലാം മനസ്സുണ്ട്? ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ അവരെ പോയി കെട്ടഴിച്ചു. ആ കഴുതയുടെയും കുഞ്ഞിനെയും കെട്ടഴിച്ചു. യേശു അവയുടെ മേൽ വാഹനമേറി യെരൂശലേം ദേവാലയത്തിലേക്ക് വന്നു നാം വായിക്കുന്നുണ്ട്. 23-ാം സങ്കീർത്തനത്തിൽ സങ്കീർത്തനക്കാരനായ ദാവീദ് പറയും, 3-ാം വാക്യത്തിൽ കാണാം, എൻ്റെ പ്രാണനെ അവൻ തണുപ്പിക്കുന്നു, എൻ്റെ ആത്മാവിനെ അവൻ തണുപ്പിക്കുന്നു. കൂരിൽ താഴെ കൂടി നടന്നാലും ഞാൻ ഒരർത്ഥവും ഭയപ്പെടുകയില്ല. യഹോവ എൻ്റെ ഇടയനാകുന്നു. നല്ല ഇടയനായ കർത്താവായ യേശു ക്രിസ്തു നിങ്ങളുടെ അരികിൽ നിൽക്കുന്നു. അവൻ നിങ്ങളുടെ മേൽ വാഹനമേറണമെന്നുണ്ട്. അവൻ വാഹനമേറിയാൽ അവൻ നമ്മുടെ ആത്മാവിനെ തണുപ്പിക്കുന്നവനാണ്. 23-ാം സങ്കീർത്തനത്തിൻ്റെ 4-ാം വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട്, കൂരിൽ താഴ്വരയിൽ കൂടി നടന്നാലും ഞാൻ ഒരനർത്ഥവും ഭയപ്പെടുകയില്ല. നീ എന്നോട് കൂടെ ഇരിക്കുന്നുവല്ലോ. നിന്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു. ഇടയൻ്റെ വടിയും കോലും ആടിനെ ആശ്വസിപ്പിക്കുന്നു. വിശ്വസിക്കാൻ പ്രയാസമുള്ള കാര്യമാണ്. ഇടയന് കയ്യിലിരിക്കുന്നതായ വടിയും കോലും ആ ആടിനെ ആശ്വസിപ്പിക്കുന്നതാണോ? ആണ് പ്രിയപ്പെട്ടവരെ. ദാവീദിനറിയാം എന്താണത്. ഇടയന് കയ്യിലിരിക്കുന്ന വലിയ നീളമുള്ള വടി, അതിൻ്റെ ഒരു വശം വളഞ്ഞതാണ്. അത് മേലോട്ട് എത്ര എത്തിയാലും പിടിക്കാൻ മേലാത്തതുപോലെ ഉയർന്നു നിൽക്കുന്നതായ ചില്ലിക്കമ്പുകൾ ഇടയൻ ആ വളഞ്ഞ വടി കൊണ്ട് ചായച്ചു കൊടുക്കും, ആ ആടിന് കൊടുക്കും. ദാവീദിനറിയാം.
അവൻ്റെ വടി അവനെ ആശ്വസിപ്പിക്കുന്നു. അവൻ്റെ കോലോ മേഞ്ഞു പോകുമ്പോൾ ഏതെങ്കിലും ഒരു കിഴുക്കാന്തൂക്കായ ഒരു പാറയുടെ വക്കിൽ ചെന്ന് നിന്നു. ആടിനറിയാൻ പാടില്ല, എന്നാൽ ഇടയിലെല്ലാം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഒരു ചുവട് കൂടെ മുന്നോട്ട് വെച്ചാൽ ആട് അപകടത്തിലാകുമെന്നറിയാവുന്ന ആ നല്ലവനായ ഇടയൻ തൻ്റെ വടി ആ ആടിൻ്റെ മുൻപിലേക്ക് എറിഞ്ഞു കൊടുക്കുന്നു. ആ വടി എൻ്റെ മുമ്പിൽ വീഴുമ്പോൾ ആടിനറിയാം ഇനി മുന്നോട്ട് പോകരുത്, അപകടമാണ്, അത് പുറകോട്ട് മാറും, അപകടത്തിൽ നിന്ന് രക്ഷപ്പെടും. അതാണ് ദാവീദ് പറയുന്നത്, നിൻ്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു. നമ്മെ ആശ്വസിപ്പിക്കുന്ന നല്ലവനായ കർത്താവിനായി നിങ്ങളുടെ ജീവിതം വിട്ടുകൊടുത്ത് ദൈവങ്ങളെ ഈ ആശ്വാസം പ്രാപിപ്പാൻ നിങ്ങൾക്ക് മനസ്സുണ്ടോ? യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 12-ാം അധ്യായം 1-ാം വാക്യത്തിൽ വായിക്കുന്നു, യഹോവേ നീ എന്നോട് കോപിച്ചു, നിൻ്റെ കോപം മാറി, നീ എന്നെ ആശ്വസിപ്പിച്ചിരിക്കിയാൽ ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. കോപവഴികൾ മാറിയെന്ന് ദൈവത്തിൻ്റെ സ്തോത്രം. പാപത്തിൻ്റെ ശാപങ്ങൾ മാറിയെന്ന് ആർക്കെല്ലാം ബോധ്യമുണ്ടോ അവർക്കിപ്പോൾ ദൈവത്തിലേക്ക് അടുത്തു വരാം. അവർക്ക് ഹൃദയം തുറക്കാം, നമ്മുടെ ആത്മശരീര മനസ്സുകളെ നമുക്ക് തുറക്കാം. ദൈവത്തിൻ്റെ നമ്മെ താഴ്ത്തി സമർപ്പിക്കാം. കർത്താവേ, എനിക്ക് നീ മാത്രം മതി. എൻ്റെ രക്ഷകനായ എൻ്റെ ഹൃദയത്തിൽ നീ ഇരുന്നാൽ മാത്രം മതി. എൻ്റെ ഹൃദയത്തിൽ നീ കടന്നു വരണമേ. കർത്താവെ, എന്നെ അനുഗ്രഹിക്കണമേ. തിരു രക്തത്താൽ എന്നെ കഴുകണമേ. ശത്രുവിൻ്റെ സകല അവകാശത്തെയും എൻ്റെ നിന്ന് മാറ്റണമേ. ആരെല്ലാം പ്രാർത്ഥിക്കുന്നുണ്ട്, ആരെല്ലാം തങ്ങളെ തന്നെ സമർപ്പിക്കുന്നുണ്ട്, നമുക്ക് നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട കർത്താവേ, മനോഹരമായ ഈ അവസരത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. നീ ഞങ്ങളുടെ അരികിലുള്ളതോർത്ത് ഞങ്ങൾ നിന്നെ വാഴ്ത്തുന്നു. ആളാം പ്രതി അനുഗ്രഹിക്കണമേ. തൃക്കരം ഞങ്ങളുടെ മേൽ വയ്ക്കണമേ. തിരു രക്തത്താൽ ഞങ്ങളെ കഴുകണമേ. ശത്രുവിനെ ഫലസിച്ചകറ്റണമേ. അധികാരമുള്ള ദൈവോത്ര അവിടുന്ന് ഇപ്പോൾ അധികാരത്തോടെ കടന്നു വന്ന് ഈ ഹൃദയത്തിൽ വസിക്കണമേ. രണ്ടാമത്തെ വരവിനായി ഞങ്ങളെല്ലാവരും ഒരുക്കണമേ. മാനവും മഹത്വം അവിടുന്ന് എടുക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ നാമത്തിൽ തന്നെ. ആമീൻ.